കണ്ണൂർ നഗരഹൃദയത്തിലെ പ്രസ് ക്ലബ് റോഡിലെ 7 കടകളിൽ പരക്കെ മോഷണം. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് കള്ളൻ കടകളുടെ മേൽക്കൂരയിലെ ഷീറ്റ് പൊളിച്ചും പൂട്ട് തകർത്തും അകത്ത് കയറിയത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വാച്ച്, റെഡിമെയ്ഡ്, ബാഗ്, പച്ചക്കറി, മൊബൈൽ തുടങ്ങിയവ വിൽപ്പന നടത്തുന്ന കടകളിലാണ് കവർച്ച നടന്നത്. ജനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാച്ച് കടയിൽ നിന്നും മേശവലിപ്പിലുണ്ടായിരുന്ന 3000 രൂപയും 8 വാച്ചുകളും, നവാസിന്റെ താജ് മൊബൈൽ ഷോപ്പിൽ നിന്നും ഇയർഫോൺ, ചാർജർ, അനസ് കക്കാടിന്റെ ബാഗ് കടയിൽ നിന്നും 2000 രൂപയും, ദീപ സ്റ്റോറിൽ നിന്നും കത്യവാളും മറ്റുപകരണങ്ങളും 5000 രൂപയും കവർന്നു. നാസർ കക്കാടെന്നയാളുടെ തുണിക്കടയുടെ പൂട്ടുപൊളിച്ച് കയറിയെങ്കിലും ഒന്നും നഷ്ടമായില്ല. തൊട്ടടുത്ത രതീശന്റെ പച്ചക്കറിക്കടയിലും കള്ളൻ കയറി. ഫുഡ് ഓവർബ്രിഡ്ജ് റോഡിലെ കൂത്തുപറമ്പ സ്വദേശി സമീറിന്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ നിന്നും പാൻസ്, ഷർട്ട് എന്നിവയും 500 രൂപയും മോഷണം പോയി. 2 മാസത്തിനു ശേഷം വീണ്ടും പ്രസ് ക്ലബ്ബ് റോഡിലെ കടകളിൽ മോഷണം നടന്നത് വ്യാപാരികളിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഏരിയ ജോയിന്റ് സെക്രട്ടറി KK കുഞ്ഞുകുഞ്ഞ് ആവശ്യപ്പെട്ടു. മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KV സലീം പോലീസിനോട് ആവശ്യപ്പെട്ടു. മോഷ്ടാക്കൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ആവശ്യപ്പെട്ടു. ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും പോലീസ് നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് KV സലീം ആവശ്യപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.